എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഈ ഫോമാണ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വരേണ്ടത്. ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം സെൻറ്റർ നെയിം, അത് നമ്മുടെ സ്കൂളിൻ്റെ പേര്, ബത്ലഹേം HSS മുക്കാട്ടുകര, സെൻറ്റർ കോഡ് 8216, സെൻറ്റർ കോഡ് 8216. പിന്നെ നിങ്ങൾ ടൈപ്പ് ഓഫ് സ്റ്റഡി സ്കൂൾ ഗോയിങ് ബാച്ചാണ്, അപ്പോൾ സ്കൂൾ ഗോയിങ് കൊടുക്കുക. ഇയർ ഓഫ് അഡ്മിഷൻ 2020 ആണ്. അഡ്മിഷൻ നമ്പർ നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതണ്ട, പിന്നീട് ഞങ്ങൾ ടീച്ചേഴ്സ് എഴുതിക്കോളാം. പിന്നെ ചെയ്യേണ്ടത് 7ാമത്തെ ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അപ്പിയർഡ്, അത് നിങ്ങൾക്കുള്ളതല്ല, എഴുതണ്ട. നിങ്ങൾ SLCയുടെ രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് SLC എഴുതണം. SLC സർട്ടിഫിക്കറ്റ് നോക്കി എഴുതാവുന്നതുള്ളൂ. പിന്നെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് 9ാമത്തെ, ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്ന് എഴുതുക. റിലീജിയൻ, കാസ്റ്റ് എഴുതുക. അതിനുശേഷം നിങ്ങളൊരു ഫോട്ടോ ഒട്ടിക്കണം. SC ST OBC OEC ആണോ അതിലേതെങ്കിലും കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അത് ടിക്ക് ഇടുക. ഡേറ്റ് ഓഫ് ബർത്ത് ഫിഗേഴ്സിൽ എഴുതുക, വേർഡ്സിൽ എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ സ്കിപ്പ് ചെയ്തോളൂ. നമ്മളുടെ ഇവിടുത്തെ 16 എഴുതിയാൽ മതി. ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് ക്ലാസ് 12, അവിടെ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഏത് വിഷയങ്ങളൊക്കെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ക്രമമായിട്ട് ആ സബ്ജക്റ്റിൻ്റെ അവിടെ എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഇവിടെ കഴിഞ്ഞ വർഷത്തെ രജിസ്റ്റർ നമ്പർ എഴുതുക. എന്നിട്ട് നിങ്ങൾ ഏത് വിഷയമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. സബ്ജക്റ്റിൻ്റെ അടിയിൽ ഓർഡറിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് എഴുതാം. പാർട്ട് 3 എഴുതാം. ഇനി ലാംഗ്വേജ് ആണെങ്കിലോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് എഴുതുക, അല്ലെങ്കിൽ മലയാളം ഓർ ഹിന്ദി ആണെങ്കിൽ അത് എഴുതുക. അത് ആ കള്ളിയിൽ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചില്ലേ, ആ കള്ളിയിൽ നിങ്ങൾ എഴുതുക. രജിസ്റ്റർ നമ്പർ, ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതുക. പിന്നെ ചല്ലാനും കാര്യങ്ങളൊന്നും നിങ്ങളല്ല ചെയ്യേണ്ടത്. പിന്നെ ഡിക്ലറേഷനിൽ ഇതുപോലെ സൈൻ ചെയ്യുക, അതായത് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റും പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ടത് ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുന്നു. ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഓർഡറിൽ ഇവിടെ എഴുതുന്നു. അതിനുശേഷം സൈൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് വരാനായിട്ട്.